വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം. വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം. പ്രാണനെ തണുപ്പിക്കും ജീവന്റെ വചനം. വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം. പാതയിൽ ശോഭിതമായിടും വചനം, നിർമ്മലമായൊരു തിരുവചനം. പാതയിൽ ശോഭിതമായിടും വചനം, നിർമ്മലമായൊരു തിരുവചനം. കാലിനു ദീപമായി തീരുമി വചനം, രക്ഷയേകിടുന്ന ദിവ്യമാം വചനം. കാലിനു ദീപമായി തീരുമി വചനം, രക്ഷയേകിടുന്ന ദിവ്യമാം വചനം. വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം. വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അനുദിന വചനം ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ മനോഭാവം. 2 ദിനവൃത്താന്തം 25 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. 2 Chronicles chapter 25 1 and 2 verses. Amaziah was 25 years old when he began to reign, and he did that which was right in the sight of the Lord, but not with a perfect heart. അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ കർത്താവിന് പ്രസാദമുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ലദാനം. ആമേൻ. പരിശുദ്ധാത്മാദൈവമേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹൃദയത്തിൻ്റെ മനോഭാവം. ദൈവം നമ്മുടെ ഹൃദയം ആവശ്യപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ വ്യക്തിത്വം, സ്വഭാവം, ശരീരം, മനസ്സ്, വികാരം എന്നിവ എല്ലാമാണ്. ഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ വ്യക്തിത്വമാണ്. ഒരിക്കലും നമ്മുടെ യഥാർത്ഥ നേത്രങ്ങളാൽ കാണപ്പെടുന്ന മുഴു ശരീരമല്ല. 2 ദിനവൃത്താന്തം 25 1-2 വാക്യത്തിലും നാം ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യാത്ത ഒരു രാജാവിനെ കാണുവാൻ കഴിയുന്നു. അമസ്യാവ് കർത്താവിന് പ്രസാദമുള്ളത് എല്ലാം ചെയ്തു, എന്നാൽ ഇവയെല്ലാം താൻ ചെയ്തത് തെറ്റായ മനോഭാവത്തോടെയാണ്. അതുകൊണ്ട് നാം വായിക്കുന്നു, ദൈവം അവനിൽ പ്രസാദിച്ചില്ല. ഇത് ആര് ചെയ്താലും ദൈവത്തിൻ്റെ മുൻപിൽ
പ്രസാദമുണ്ടാകത്തില്ല. അപ്രകാരം ഒരു പ്രവൃത്തി വരുമ്പോഴാണ് ഞാൻ നിങ്ങളെ ഒരു നാളും അറിയത്തില്ല എന്ന് കർത്താവ് പറയാൻ പോകുന്നത്. ഇത് തികച്ചും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നാം എത്രയൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്താലും അവ ദൈവത്തിന് സ്വീകാര്യമല്ലാതായി തീരുന്നതിന് കാരണം നമ്മുടെ തെറ്റായ മനോഭാവം ആണ്. കൊടുക്കുന്ന കാര്യം നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. 2 കൊറിന്ത്യർ 9:7 ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, മറിച്ച് സന്തോഷത്തോടെ, ശരിക്കും സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ഒരിക്കലും മറ്റൊരാളുടെ പ്രേരണയാൽ ചെയ്യരുത്. താൻ ആ ദാനവും സ്വീകരിക്കും. നാം സന്തോഷത്തോടെ കൊടുക്കാത്ത പണവും താൻ സ്വീകരിച്ച് ദൈവരാജ്യ വ്യാപ്തിക്കായി ഉപയോഗിച്ചേക്കാം. എന്നാൽ അപ്രകാരമുള്ള ഹൃദയമല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഭൗതികമായ ഹൃദയവും ആത്മീയമായ ഹൃദയവുമുണ്ട്. എന്നാൽ ഇവ രണ്ടും ഒരുപോലെ ആയിരിക്കണം. ഭൗതികമായി പറഞ്ഞാൽ ഹൃദയം മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവമാണ്. എന്നാൽ ഹൃദയം ആത്മീയ ജീവിതത്തിൽ പ്രധാന ഘടകം തന്നെയാണ്. ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു നേതാവിന് ദൈവത്തിനായി കൊടുപ്പാൻ കഴിയും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. സമൃദ്ധിയായ ജീവിതത്തിൽ നിന്ന് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നത് മനുഷ്യന്റെ കഴിവില്ലായ്മയോ ഉത്സാഹക്കുറവോ അല്ല, മറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് തെറ്റായ ഹൃദയം അല്ലെങ്കിൽ മനോഭാവമത്രേ. എപ്പോഴും ദൈവിക സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പാക്കണം. അവിടുന്ന് നമ്മുടെ പാതയെ നേരെയാക്കും. അത് പൂർണ്ണ സമാധാനത്തിൽ എത്തിക്കും. ഓരോ നിമിഷത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും ജീവിതം മുഴുവൻ സന്തോഷിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നപ്പാ. തിരുമുഖം കണ്ട് പ്രഭാതം ഉണരുവാൻ, ഞങ്ങളെ വീണ്ടും പ്രാകാരങ്ങളിലേക്ക് കടന്നു വരുവാൻ ആകർഷിച്ചടുപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉത്തരം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങേക്ക് 1-ാം സ്ഥാനം നൽകിക്കൊണ്ട് അവിടുത്തെ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയെയും തുരുത്തിയെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഹൃദയ ഒരുക്കമുള്ള മക്കളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കും. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെ, ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ സ്തോത്രം, ലോകത്തിന് അനുരൂപരാകാതെ മനസ്സുവതിക്ക് രൂപാന്തരം പ്രാപിക്കുന്ന വിശുദ്ധ വർഗമായി തന്നെ വേറിട്ട് നിൽക്കുവാൻ മക്കളെ സഹായിക്കണം. സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ സകല വശീകരണ വലയത്തിൽ നിന്ന് മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധ തലമുറകളായി തന്നെ അവർ വേറിട്ട് നിൽക്കുവാൻ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നരക്കോളം ചുമക്കുമെന്നരുളിച്ചത് ദൈവമേ, അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം നിന്റെ മക്കളുടെ മേൽ വെച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, ഞങ്ങളെ ഇന്നത്തെ ഓരോ പ്രവൃത്തികൾക്കുമായി നന്ദി പറയുന്നു. ഓരോ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യം കൂടെ വരുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവേ, തുടർന്നുള്ള എല്ലാ ഞങ്ങളുടെ ആനുകാലിക സംഭവങ്ങളെ കരങ്ങളിൽ തരുന്നു. അവയ്ക്കെല്ലാം
അവിടുന്ന് ശാശ്വതമായ മറുപടി തരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ചനായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിത്യമാം ശക്തി പകർന്നിടും വചനം, ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം. നിത്യമാം ശക്തി പകർന്നിടും വചനം, ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം. പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം, രൂപാന്തരം നൽകും സ്നേഹമാം വചനം. പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം, രൂപാന്തരം നൽകും സ്നേഹമാം വചനം. വചനം സത്യവചനം, ഇത് തേനിലും മധുരം തിരുവചനം. വചനം സത്യവചനം, ഇത് തേനിലും മധുരം തിരുവചനം.